welcome back to our channel Easy Homework with Krishna. ഇന്ന് ഞാൻ ക്ലാസ് 7ന്റെ സയൻസിലെ ചാപ്റ്റർ 5 ആയ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. സോ ഞാൻ ഫൈബർ ടു ഫാബ്രിക്കിന്റെ ക്ലാസ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആസിഡ് ആൻഡ് ബേസസിന് ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ കരുതി ആദ്യം അതൊന്ന് എടുത്തേക്കാം. അത് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഫൈബർ ടു ഫാബ്രിക് ഇട്ടേക്കാം. സോ എനിക്ക് ആദ്യം തന്നെ സോറി പറയാനുണ്ട് നിങ്ങളോട്. ബിക്കോസ് ഞാൻ ക്ലാസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഡിലേ വരുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷിഫ്റ്റ് ചെയ്തേക്കാണ് മഹാരാഷ്ട്രയിലേക്ക്. അപ്പോൾ ഇവിടെ വന്നൊന്ന് സെറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ ക്ലാസ് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. വൈറ്റ് ബോർഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ ഹാൻഡ്ലിംഗ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിലേ ആവുന്നത്. സിമ്പിൾ ഇക്വേഷൻസ് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പേപ്പറിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് വൈറ്റ് ബോർഡ് കിട്ടിയതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, വൈറ്റ് ബോർഡിൽ തന്നെ ചെയ്ത് കാണിക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട് വൈറ്റ് ബോർഡിൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യാം, എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ട്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിപ്പോൾ സയൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay. So നോക്കി ചാപ്റ്റർ നമ്പർ 5 ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്. മെയിൻ ടോപ്പിക്സ് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ആസിഡ്സ് ആൻഡ് ബേസസ്, സെക്കൻഡ് വൺ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അറൌണ്ട് us, തേർഡ് വൺ ന്യൂട്രലൈസേഷൻ, ഫോർത്ത് വൺ ന്യൂട്രലൈസേഷൻ ഇൻ എവറിഡേ ലൈഫ്. ഈ 4 ടോപ്പിക്കാണ് എന്ത് ഈ ചാപ്റ്ററിൽ വരുന്നത്. കുഞ്ഞു ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ഓക്കെ, സോ ഫ്രണ്ട്സ് നോക്കിയേ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. അതിൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആസിഡ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് കുറച്ച് ഫ്രൂട്ട്സിൽ വെജിറ്റബിൾസിലൊക്കെ എന്തുണ്ട്, നമ്മുടെ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. അതിൽ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് എന്ത്, നമ്മുടെ ഓറഞ്ച്, ലെമൺ, ഇതിലൊക്കെ എന്താണ് പുളിപ്പില്ലേ. അപ്പൊ അതിന്റെ കാരണം എന്താ, അതിലെന്ത് അടങ്ങിയിട്ടുണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ എന്താണ് ഓരോ ഫ്രൂട്ട്സിലെ വെജിറ്റബിൾസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ്സ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വിനീഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ്. അച്ചാറൊക്കെ ഇടാൻ നേരത്ത് അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ യൂസ് ചെയ്യാറുണ്ട് എന്താണ് വിനീഗർ. അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ അസെറ്റിക് ആസിഡ് ആണ് അത്. ഓക്കെ, ആ ഒരു പുളിപ്പ്. അപ്പോ മെയിൻ ആയിട്ട് നമുക്ക് പറയാം, ഇതിലിപ്പോ എല്ലാം ഞാൻ പുളിപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പുളി, സോർ ടേസ്റ്റ്. സോ ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ടേസ്റ്റ് സോർ ആൻഡ് ആർ കൊറോസീവ് ഇൻ നേച്ചർ. കൊറോസീവ് മീൻസ് എന്താണ്, കോസിംഗ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റൻസ് ആണ്, അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, സോറാണ്, പുളിപ്പാണ്, ആൻഡ് ആർ കൊറോസീവ് ഇൻ നേച്ചർ. സെക്കൻഡ് നോക്കിയേ, ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്നുള്ളത് താഴെ പറയാം. സോ ആസിഡിന്റെ ഒരു ക്യാരക്ടറാണ് പറയുന്നത്, എന്താണ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അത് എന്താക്കി മാറ്റുന്നു, റെഡ് ആക്കി മാറ്റുന്നു. ആ കളർ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓർത്താൽ മതി, ആസിഡിക് എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളർ. ഇനി നിങ്ങൾ മറക്കില്ല. അപ്പൊ എന്താക്കുന്നു, ബ്ലൂവിനെ എന്താക്കി മാറ്റുന്നു, റെഡ് ആക്കി മാറ്റുന്നു. റെഡ് ആയാലേ അത് ആസിഡ് ആവുള്ളൂ. ക്ലിയർ? Then, അപ്പോൾ it turns blue litmus paper to red. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. Then നോക്കിയേ, these substances are chemically acidic in nature. Chemically acidic in nature. Acidic ആണ് എന്നുള്ള സബ്സ്റ്റൻസസ് ആണ് കുറച്ചുകൂടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. എന്താണ്, ഓറഞ്ച് ജ്യൂസ്, കേർഡ്, വിനീഗർ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, ആസിഡിക് ആണ്. ക്ലിയർ? Then ലിറ്റ്മസ് പേപ്പർ. ഇനി എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയാം. നോക്കിയേ, എ ടൈപ്പ് ഓഫ് പേപ്പർ ദാറ്റ് ചേഞ്ചസ് കളർ ഇൻ റെസ്പോൺസ് ടു ദി അസിഡിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ആൻഡ് ക്യാൻ ദസ് ബി യൂസ്ഡ് ടു മെഷർ ആസിഡിറ്റി. എന്താണ് പറയുന്നത്, എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാല്, ടൈപ്പ് ഓഫ് പേപ്പർ, ഒരു പേപ്പർ ആണത്. ഓക്കെ, ടൈപ്പ് ഓഫ് പേപ്പർ ദാറ്റ് ചേഞ്ചസ് കളർ. അതെന്ത് ചെയ്യുന്നു, അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു ഇൻ റെസ്പോൺസ്. അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷനിൽ എത്രമാത്രം ആസിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആസിഡ് കണ്ടന്റ് എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് എന്ത്, നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈസിയാണ് നമുക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട്. ഓക്കെ, ആ സൊല്യൂഷൻ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോൾ അത് ആസിഡ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. ഓക്കെ, തിരിച്ചത് ബേസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താ, ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം എന്തിനാണ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആസിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ,
ഓക്കെ, വാട്ട് ആർ ബേസസ്? ഗീവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസസ്. എന്താണ് ഈ ബേസ് എന്ന് പറയുന്നത്? അപ്പൊ ആസിഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, ബേസസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ ആർ സ്ലിപ്പറി ടു ദ ടച്ച് ആൻഡ് ബിറ്റർ ഇൻ ടേസ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്പാണ് അല്ലെ. അപ്പോ ആസിഡ് എങ്ങനെയായിരുന്നു? സോറായിരുന്നു ടേസ്റ്റ്. ദെൻ ബേസിന്റെ എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. ക്ലിയർ? ദെൻ സ്ലിപ്പറി ടു ടച്ച്. ടച്ച് ചെയ്യുമ്പോൾ സ്ലിപ്പ് ചെയ്ത് പോകും. നമ്മൾ സോപ്പ് വെള്ളമൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്താണ്? സ്ലിപ്പായി പോവില്ലേ? ഇല്ലെങ്കിൽ സോപ്പ് പൗഡർ ഇപ്പൊ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്താണ്? കൈ ഒന്ന് സ്ലിപ്പായി പോകും. അതാണ് സ്ലിപ്പറി എന്ന് പറയുന്നത്. Then it turns red litmus paper to blue. ഇതെന്താക്കി മാറ്റുന്നു? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ആസിഡിന്റെ ആസിഡിന്റെ ക്യാരക്ടർ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബേസിന്റെ പഠിക്കുക. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? Then these substances are chemically basic in nature. കെമിക്കലി ബേസിക് ആയിട്ടുള്ളത് ഏതാണ്? അതായത് നാച്ചുറലി അതെന്താണ്? ബേസിക് ആണ്, ബേസ് ആണ് എന്നുള്ള സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ്? സോപ്പ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ എന്താണ്? ബേസിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? എന്താണ് ബേസ് എന്ന് പഠിക്കുക, ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് എന്താണെന്ന് പഠിക്കുക, അതിന് 2 എക്സാമ്പിൾ പഠിക്കുക. ക്ലിയർ? ഒന്നുകൂടെ നോക്കിയേ. ബേസസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ ആർ സ്ലിപ്പറി ടു ദി ടച്ച് ആൻഡ് ബിറ്റർ ഇൻ ടേസ്റ്റ്. It turns red litmus paper to blue. These substances are chemically basic in nature. They are soap, ammonium hydroxide, calcium hydroxide. Okay ayo? So next നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെയിം 3 ആസിഡ്സ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലാബിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ആസിഡ്സും ബേസസും എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ 3 വെച്ച് പഠിച്ചു വെച്ചേക്കാം. ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഓക്കെ, ഇതിന്റെ കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് ടീച്ചർ പഠിക്കാൻ പറയുന്നെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ആസിഡ്സ് എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ബേസസിന് എക്സാമ്പിൾ ആണ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്. സോഡിയം, കാൽഷ്യം, സിങ്ക് ഹൈഡ്രോക്സൈഡ്. ഓക്കെ ആണോ? സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ്? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ എ സബ്സ്റ്റൻസ് ഈസ് ആസിഡിക് ഓർ ബേസിക്. സോ തന്നേക്കുന്ന സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന്. ഓക്കെ, സോ നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. എന്താണ്? ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ഫൗണ്ട് നാച്ചുറലി ആർ നോൺ ആസ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ടർമറിക്, ചൈന റോസ് പെറ്റൽസ്, ലിറ്റ്മസ് എക്സെട്ര. ലിറ്റ്മസിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ, ലിറ്റ്മസ് പേപ്പർ. പിന്നെന്തുണ്ട്? ടർമറിക് ഉണ്ട്, ചൈന റോസ് പെറ്റൽസ് ഉണ്ട്, ഈ ക്യാബേജ് ഉണ്ടല്ലോ ഈ പർപ്പിൾ കളറുള്ളത്, അതും ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? സോ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? തന്നേക്കുന്ന സബ്സ്റ്റൻസ് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം പറയും. നോക്കിയേ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അറൌണ്ട് അസ്. അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലിറ്റ്മസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ. ലിറ്റ്മസ് ഈസ് ദ കോമൺലി യൂസ്ഡ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഒബ്റ്റെയിൻഡ് ഫ്രം ലിച്ചൻസ്. ലിച്ചൻസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും കിട്ടുന്നതാണ് എന്ത്? ലിറ്റ്മസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലിറ്റ്മസ് ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ ഫോമിലാണ് നമുക്ക് ലിറ്റ്മസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓർ ഇൻ ദ ഫോം ഓഫ് സ്ട്രിപ്സ് ഓഫ് പേപ്പർ നോൺ ആസ് ലിറ്റ്മസ് പേപ്പർ. ഒന്നുകിൽ സൊല്യൂഷന്റെ രൂപത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിന്റെ സ്ട്രിപ്സ് ഓഫ് പേപ്പർ. ആ സ്ട്രിപ്പാണ് അവിടെ കാണിച്ചേക്കുന്നത്. ആ പിക്ചറിൽ നോക്കിയേ, കണ്ടോ? അപ്പോൾ ലിറ്റ്മസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺലി യൂസ്ഡ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഒബ്റ്റെയിൻഡ് ഫ്രം ലിച്ചൻസ്. Litmus is available in the form of a solution or in the form of strips of paper known as litmus paper. ആ സ്ട്രിപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിറ്റ്മസ് പേപ്പർ എന്ന്. ഓക്കെ, 2 types of litmus papers are ഏതൊക്കെയാണ്? റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അപ്പോ ആസിഡ് ആണെങ്കിൽ എന്താ വരുന്നത്? ബ്ലൂ എന്തായിട്ട് മാറുന്നു? റെഡ് ആയിട്ട് മാറുന്നു. ഇനി ബേസിക് ആണെങ്കിൽ എന്ത് പറ്റുന്നു? തിരിച്ച് റെഡ് എന്തായിട്ട് മാറുന്നു? ബ്ലൂ ആയിട്ട് മാറുന്നു. Acid turn blue litmus paper red while bases turn red litmus paper blue.
The solutions which do not change the color of either red or blue litmus paper are neutral. സോ എന്ത് ചെയ്യുന്നില്ല, ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് കളർ ചേഞ്ച് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയാം. ആസിഡും അല്ല, എന്തുമല്ല, ബേസും അല്ല. ക്ലിയർ ആണോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. എന്താണ്, വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ്, ഹൗ ഈസ് ടർമറിക് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ? എങ്ങനെയാണ് ടർമറിക് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാലോ, മഞ്ഞൾ അറിയില്ലേ? മഞ്ഞൾ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾ, ഇല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട് മഞ്ഞൾ, ടർമറിക് പൗഡർ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്ക്വിഷിംഗ് ആസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ. തന്നേക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ടർമറിക് എന്ന് പറയുന്നത്. നാച്ചുറലി നമുക്ക് കിട്ടുന്ന സാധനമാണത്. ഓക്കെ, ടർമറിക് പൊസസ് എ നാച്ചുറൽ ഡൈ ഓഫ് യെല്ലോ കളർ. ആണല്ലോ, മഞ്ഞൾ എടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ കയ്യിൽ എന്താവും, യെല്ലോ കളർ ആവും. ആണല്ലോ, അപ്പൊ നാച്ചുറൽ ഡൈ അതിൽ തന്നെ ഉണ്ട്, എന്ത്, യെല്ലോ കളർ. ആൻഡ് വെൻ ദിസ് ഡൈ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ആസിഡ്സ് ഓർ ബേസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ. അപ്പോൾ ഒരു ആസിഡിന്റെയോ ഒരു ബേസിന്റെയോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഡൈ എന്ത് ചെയ്യുന്നു, അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടർമറിക് യൂസ് ചെയ്ത് എന്താക്കുന്നത്, ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ, ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്ക്വിഷിംഗ് ആസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ. Turmeric possesses a natural dye of yellow color, and when this dye comes in contact with acids or bases, it changes its color. Clear? Next, okay, what do you mean by China rose indicator? എന്താണ് China rose indicator എന്ന് പറയുന്നത്? നോക്കാം. The dye present in the flower can be extracted with the help of warm water, and finally the colored water extracted is produced. അപ്പൊ എന്താ പറയുന്നത്, ഈ ഫ്ലവറിന്റെ, അതായത് ചൈന റോസ് ഫ്ലവറിന്റെ ഡൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, വാം വാട്ടറിന്റെ ഹെൽപ്പോട് കൂടി മാത്രം, അതായത് ചൂടുവെള്ളത്തിൽ ഇടുക അതിനെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡൈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഫൈനലി ദ കളേർഡ് വാട്ടർ, അപ്പൊ നമുക്ക് ഡൈ കിട്ടും. വാട്ടർ എക്സ്ട്രാക്റ്റഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദെൻ ചൈന റോസ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഇൻ അവർ ഡെയിലി ലൈഫ്. China rose indicator turns acidic solution to dark pink. Dark pink എന്ന് മജന്ത കളറിലാണ്. ആൻഡ് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ ഗ്രീൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചൈന റോസ് ഇൻഡിക്കേറ്റർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വാം വാട്ടറിന്റെ ഹെൽപ്പിലാണ്. അതായത് ചൂടുവെള്ളത്തിലിട്ട് എന്ത് ചെയ്യുക, തിളപ്പിക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഡൈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഫ്ലവർ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഈ ചൈന റോസ് എന്ന് പറയുന്നത്. ഇതെന്താ, ആസിഡിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നേക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. സോ തന്നേക്കുന്നത് ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഇൻഡിക്കേറ്റർ ചൈന റോസ് എന്ത് ചെയ്യുന്നു, ഡിപ്പ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, അത് ഡാർക്ക് പിങ്ക് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ മജന്ത കളർ. ഓക്കെ, ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ കളറായിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അത് പഠിച്ചു വെച്ചേക്കുക. എന്താണ്, ഡാർക്ക് പിങ്ക്, ആസിഡ് ആണെങ്കിൽ ഡാർക്ക് പിങ്കും ദെൻ ബേസ് ആണെങ്കിൽ ഗ്രീൻ കളറുമായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഈ ടോപ്പിക്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ആസിഡ് റെയിൻ എന്ന്. വാട്ട് ഈസ് ആസിഡ് റെയിൻ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? നോക്കിയേ, ദ റെയിൻ കണ്ടെയ്നിങ് എക്സസ് ഓഫ് ആസിഡ് ഈസ് കോൾഡ് ആൻ ആസിഡ് റെയിൻ. അപ്പോൾ റെയിനിൽ എന്താണ്, ഒരുപാട് എക്സസ് ഓഫ് ആസിഡ് അടങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. The rain becomes acidic when carbon dioxide, sulfur dioxide and nitrogen dioxide dissolve in raindrops. അതെന്ത് ചെയ്യുന്നു, റെയിൻഡ്രോപ്സിൽ ഡിസോൾവ് ആവുന്നു. എന്തൊക്കെ, ഈ ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ എവിടെ നിന്നാണ് പോകുന്നത്, ഫാക്ടറീസിൽ നിന്നുള്ള പുറത്ത് പോകുന്ന വേസ്റ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് എന്താ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ, ഇത് എയറിൽ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ദ റെയിൻ ബിക്കംസ് ആസിഡ്. റെയിൻ എങ്ങനെയാണ് ആസിഡിക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, റെയിൻ ഡ്രോപ്സിൽ ഡിസോൾവ് ആവുന്നു. എന്നിട്ട് അത് എന്ത് ഫോം ചെയ്യുന്നു, ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് റെയിൻ ഡ്രോപ്സുമായിട്ട് ഡിസോൾവ് ആയി കാർബോണിക് ആസിഡ്, സൾഫർ ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്.
ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കിയേ. ദ റെയിൻ കണ്ടെയ്നിങ് എക്സസ് ഓഫ് ആസിഡ്സ് ഈസ് കോൾഡ് ആൻ ആസിഡ് റെയിൻ. ദ റെയിൻ ബിക്കംസ് ആസിഡിക് വെൻ, എപ്പോഴാണ് അത് ആസിഡിക് ആവുന്നത്? കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ് ഇൻ റെയിൻ ഡ്രോപ്സ് ടു ഫോം വാട്ട്? കാർബോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് റെസ്പെക്റ്റീവ്ലി. സോ ഇതെന്ത് ചെയ്യുന്നു? ഈ ആസിഡ് റെയിൻ വരുന്ന സമയത്ത് ഇത് ഒരുപാട് എന്താണ് ട്രീസിനെ എല്ലാം, അതായത് നാച്ചുറൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ നമുക്ക് വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ആണ്. ന്യൂട്രലൈസേഷൻ ആൻഡ് ന്യൂട്രലൈസേഷൻ ഇൻ എവറിഡേ ലൈഫ്. ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? തൽക്കാലം ഇത് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ചെറിയ ടോപ്പിക്സ് ആണ് എടുത്തത്. എന്താണ്? ആസിഡ്സ് ആൻഡ് ബേസസും ദെൻ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അറൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മീൻസ് ഞാൻ ഏതോ ഐ തിങ്ക് എനിക്കൊന്ന് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ചാപ്റ്ററിൽ ഏതോ പാർട്ട്. മീൻസ് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇൻഡിജേഴ്സും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിന്റെ പാർട്ട് 6 വരെ നമ്മൾ കഴിഞ്ഞ വർഷമാണ് എന്ത് ചെയ്തേക്കുന്നത്? അപ്ലോഡ് ചെയ്തേക്കുന്നത്. സോ അതിന്റെ ഡൗട്ട് ഒന്നും കൂടി വീഡിയോ ആക്കി ഇടാമെന്ന് പറയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ അതില് ഞാൻ ഏതോ ഒരു പാർട്ടിൽ, എനിക്കത് ഓർമ്മയില്ല ഇപ്പോൾ ഏത് പാർട്ടാണെന്നുള്ള, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതിൽ എന്തോ എനിക്ക് മിസ്റ്റേക്ക് വന്നു. ഫ്രാക്ഷൻസ് എന്തോ എഴുതിയപ്പോ ഐ തിങ്ക് പ്ലസ് ചെയ്ത്, അതായത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഞാൻ എന്തോ അഡീഷൻ ആണ് ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ ചെയ്തത്. അത് ഒരുപാട് കുട്ടികൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ് ചെയ്ത് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞ്. അതില് ഒരാള് എനിക്ക് മെസ്സേജ് ചെയ്തത് ഭയങ്കര എനിക്കൊന്ന് ഫീൽ ചെയ്തു. ആക്ച്വലി എന്തുവാ, നീ എന്ന് വിളിച്ചിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഓക്കെ, നിനക്ക് കണ്ണ് കാണില്ലേ, നമ്മളിത് നോക്കിയല്ലേ പഠിക്കുന്നത് എന്നുള്ളത് കാര്യം. മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു റെസ്പോൺസ്, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. മീൻസ് നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട്? അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ട്യൂഷൻ ടീച്ചർ ആവട്ടെ, യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നവരാവട്ടെ, നിങ്ങളുടെ ടീച്ചർ ആവട്ടെ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിനോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതും എന്താണ്? ടീച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ടീച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ അതൊരു എന്താണ്, എൻ്റെ പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ല. ആർക്കും മിസ്റ്റേക്ക് വരാം. എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരായാലും പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ആ മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കത് വീണ്ടും എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്. അപ്പോൾ ആ ഒരു ചെറിയ മിസ്റ്റേക്ക്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. ഞാൻ ഒരുപാട് കുട്ടികളോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താണ് അപ്പോഴും മിസ്റ്റേക്ക് വന്നു പോയതാണ്. പെട്ടെന്ന് എടുത്ത് എഴുതിയപ്പോൾ -+ ആയിപ്പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾക്ക് എത്രയോ മിസ്റ്റേക്ക് വരുന്നുണ്ട്. +- ആയി പോയതിനായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ ഒക്കെ എന്തുപോലെ ടീച്ചർ കുറയ്ക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ കാണാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പൊ സയൻസ് ക്ലാസ് തന്നെ, ഞാൻ ആ സയൻസ് ക്ലാസ് എടുത്തപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാനൊരു സയൻസിൽ ഡിഗ്രി എടുത്ത ആളോ ഒന്നും അല്ല. മീൻസ് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ഒന്നും മെയിൻ എടുത്ത് പഠിച്ച ആളല്ല. ഞാൻ ബിടെക് ആണ്. ഞാൻ ബിടെക് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് എടുത്ത ആളാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത്രയും കോൺസെപ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇങ്ങനെ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ അത്രയും ഡീപ്പായിട്ട് നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. എനിക്കത് റെഫർ ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നതല്ല. കുറച്ച് കമന്റ്സ് എനിക്ക് റോങ് ആയിട്ട് വന്നു. അപ്പൊ അതെനിക്ക് നല്ല ഹേർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്താൽ മതി. മീൻസ് ഞാൻ ആരും നിർബന്ധിച്ച് ഞാൻ ചെയ്യുന്നതൊന്നും അല്ല. ഇപ്പോൾ സയൻസ് തന്നെ ഞങ്ങൾക്ക് ഇടണം എന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം, മീൻസ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് എന്താണ് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത് ട്യൂഷൻ. ഓക്കെ, പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം തന്നെ, ഞാൻ ഓൺലൈൻ ട്യൂഷൻ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നതാണ് ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുന്നത്. മീൻസ് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ പഠിച്ചു നോക്കുക. പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കിത് ടഫാണ്, എനിക്കൊന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മാത്സിനെ എടുക്കരുത്. സയൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാന്നുള്ളൊരു സബ്ജക്റ്റാണ്. മാത്സ് ആണ് കൂടുതൽ കുട്ടികളും ടഫാണെന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് കമന്റ് എനിക്ക് വരുന്നുണ്ട്. ടീച്ചറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് മാത്സിന് മാർക്ക് കിട്ടി,
ഫുള്ള് കിട്ടുന്നുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ അതെന്തോ എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തിനാ ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരായാലും ആരോടും, മുതിർന്നവരാരോടും എന്ത് ചെയ്യല, ഇങ്ങനെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. മെസ്സേജിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്നോട് നേരിട്ട് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ എപ്പോഴും ഒരു റെസ്പെക്ട് കൊടുക്കുക. ഗീവ് ആൻഡ് ടേക്ക് എന്നാണ്. ഞാൻ നിങ്ങളെ ഡാ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഡാ എന്ന് വിളിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മോനെ ഞാൻ ഡാ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് നിങ്ങളുടെ എടാ പോടാന്നുള്ള ആ ഇതിലല്ല ഞാൻ വിളിക്കുന്നത്, സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് എല്ലാവരെയും. ഇപ്പം ഗേൾ ആയാലും ബോയ് ആയാലും ഞാൻ ഡാ എന്ന് വിളിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ റിമൈനിങ് ടോപ്പിക്സുമായിട്ട് കാണാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡേറ്റ ഹാൻഡ്ലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പേപ്പറിൽ എഴുതി വെച്ചതാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഡേറ്റ ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സിമ്പിൾ ഇക്വേഷൻസ് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അത് ഏതുവരെയാണ് പേപ്പറിൽ പറ്റുന്നത് അതുവരെ അതിൽ ചെയ്തിട്ട് പിന്നെ വൈറ്റ് ബോർഡിൽ കിട്ടുമ്പോൾ നമുക്ക് അതിൽ ചെയ്യാം. ഓക്കെ, സോ എന്റെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്കറിയാം. എന്നാലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ചാപ്റ്റർ ഇട്ടു എന്നുള്ള കാര്യം ഒന്ന് സ്റ്റാറ്റസിൽ ഇട്ടേക്കുക. ഓക്കെ, സോ ബൈ.